വെറും 34 വയസ്സു മാത്രം പ്രായമുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ ചരിത്രത്തിലാദ്യമായി അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ മേയറായി മാറിയത് ചില്ലറയൊന്നുമല്ല, സംഘികളെയും ക്രിസ്സംഘികളെയും ലോകത്തുള്ള സകല ഇസ്ലാമിക വിരോധികളെയും അലോസരപ്പെടുത്തിയത്. വാവിട്ട് നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ആരിഫ് ഹുസൈൻ ആരുമറിയാതെ മുറിക്കകത്തിരുന്ന് കഥകടച്ച് കരയുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സി രവിചന്ദ്രനും ജാമിദയും ജബ്ബാറും അടക്കമുള്ള സകല ഇസ്ലാമിക വിരോധികളുടെയും തൊണ്ടയിൽ നിന്നും ആഹാരം ഇറങ്ങുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ വിജയം കണ്ട് എല്ലാവന്മാരും വാവിട്ട് നിലവിളിക്കുന്നു. ഇസ്ലാം തകരാൻ പോകുന്നു, ഇസ്ലാം ഇല്ലാതാകാൻ പോകുന്നു എന്നൊക്കെ നാടേക്ക് 40 വട്ടം പറയുന്ന ആ ഇസ്ലാമിക വിരോധികൾക്ക് മുമ്പിൽ ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടുതലും പടർന്നു പന്തലിച്ച അമേരിക്കയിലെ ആ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അത് മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ മേയറായി മാറുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് കരയാതിരിക്കാൻ കഴിയുക? ഇനി ആ കരച്ചിൽ ഒന്നുകൂടി പൊട്ടിക്കരയാൻ വേണ്ടി മറ്റൊരു കാഴ്ച കൂടി ഞാനൊന്ന് കാണിക്കാം. സുഹ്റാൻ മംദാനി വെള്ളിയാഴ്ച ജുമാ നിസ്കാര സമയത്ത് പള്ളിക്കകത്ത് കയറി തന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട് ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാഴ്ച. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Of Prophet Muhammad sallallahu alaihi wasallam, who instructed us to make things easier, do not make them more difficult. Spread glad tidings. And so I saw the most expensive city in the United States of America and said that we must make it affordable. We must make it affordable for all those who came to this city with a dream of what life could be, but instead spend each day worrying if they have enough money in their pocket for their rent, for their mortgage, for their child. എല്ലായ്പ്പോഴും ഏതു സമയങ്ങളിലും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയായിരുന്നു സുഹ്റാൻ മംദാനി. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇസ്ലാമിക വിരോധികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജിഹാദി അമേരിക്കയിലെ ഒരു മേയറായി മാറിയിരിക്കുന്നു. 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലെ കമ്പാലയിലാണ് സുഹ്റാൻ മംദാനി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ പ്രശസ്ത ചലച്ചിത്ര സംവിധായകയായ മീര നായറായിരുന്നു. അച്ഛൻ ഗുജറാത്ത് സ്വദേശിയായ മഹമ്മൂദ് മംദാനി. 5-ാം വയസ്സിലാണ് അദ്ദേഹം കുടുംബസമേതം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. പിന്നീട് സുഹ്റാൻ മംദാനിയുടെ 7-ാം വയസ്സിൽ അവർ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസങ്ങളൊക്കെ ന്യൂയോർക്ക് സിറ്റി തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ ഒരു സാമൂഹിക പ്രവർത്തകനായി മാറുകയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണ്. പിന്നീട് 2020 അദ്ദേഹം ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അസംബ്ലിയിൽ അദ്ദേഹം ആദ്യത്തെ ദക്ഷിണേന്ത്യൻ പുരുഷനും ആദ്യത്തെ ഉഗാണ്ടയിൽ ജനിച്ച വ്യക്തിയും 3ാമത്തെ മുസ്ലിം അംഗവുമായിരുന്നു. പിന്നീട് 2025 അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ആദ്യത്തെ മേയറായി മാറി. അതും ആദ്യത്തെ മുസ്ലിം മേയർ. ഇസ്ലാമോഫോബിയ വലിയ രീതിയിൽ കത്തുനിൽക്കുന്ന ആ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ അദ്ദേഹം പലപ്പോഴും താൻ മുസ്ലിമാണെന്നും അതോടൊപ്പം താൻ പഠിച്ച ആ മതത്തിന്റെ മഹത്വത്തെയും പലപ്പോഴും അദ്ദേഹം പറയാൻ മടി കാണിച്ചില്ല. ഇസ്ലാമിന്റെ ധാർമ്മിക അടിത്തറ തന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാതൽ നീതിക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധതയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, താൻ ഒരു മുസ്ലിമായതിന് മാപ്പ് പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു ഇസ്ലാമോഫോബിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് ഇനി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്റെ നിലപാടുകൾ വളരെയധികം കൃത്യമായിക്കൊണ്ട് ആരുടെ മുമ്പിലും അദ്ദേഹം തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. നിരപരാധികളും നിരായുധരുമായ ആ ജനതയെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ശക്തമായിക്കൊണ്ട് മനോഹരമായ മറുപടികളായിരുന്നു അദ്ദേഹം പലപ്പോഴും പറഞ്ഞു വെച്ചത്. ഇസ്രായേലിന്റെ നടപടികളെ വംശഹത്യ എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളി എന്ന് വിളിക്കുകയും നെതന്യാഹു ന്യൂയോർക്ക് നഗരം എങ്ങാനും സന്ദർശിച്ചാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അമേരിക്കയിലെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് സുഹ്റാൻ മംദാനി വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ്. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നായിരുന്നു സുഹ്റാൻ മംദാനിയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ന്യൂയോർക്കിൽ സുഹ്റാൻ മംദാനി ഒരു വിപത്ത് കൊണ്ടുവരുമെന്ന് പോലും വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞില്ല, പല ഭീഷണികളുമുണ്ടായി. മംദാനി വിജയിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. പക്ഷേ ട്രംപിന്റെ ആ ഭീഷണിക്കൊന്നും വഴങ്ങാതെ ആരെയും ഭയക്കാർ നട്ടലോടുകൂടി ആ മനുഷ്യൻ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ സുഹ്റാൻ മംദാനി അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾക്ക് വേണ്ടി, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ പലപ്പോഴായി ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ സുഹ്റാൻ മംദാനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ന്യൂയോർക്ക് നഗരത്തിലെ ആളുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിലേറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാര്യം എന്തെന്നാൽ അമേരിക്കയിലെ ജൂതന്മാരുടെ സപ്പോർട്ട് പോലും പിന്തുണ പോലും
സൂറ മംദാനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നോക്കൂ, പരസ്യമായി കൊണ്ട് ഫലസ്തീന് വേണ്ടി ശബ്ദമുയർത്തുന്നു. ഇസ്രായേലിന്റെ ഭരണാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ടും അമേരിക്കയിലെ ജൂതന്മാരുടെ സപ്പോർട്ട്, പിന്തുണ സൂറ മംദാനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ ഏറ്റവും കൂടുതലും ജൂതന്മാർ താമസിക്കുന്നത് ഈ ന്യൂയോർക്ക് നഗരത്തിലാണ്. ഏകദേശം 1.7 മുതൽ 1.8 മില്യൺ ജൂതന്മാർ അമേരിക്കയിലുടനീളം താമസിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും താമസിക്കുന്നതാകട്ടെ ന്യൂയോർക്ക് നഗരത്തിലാണ്. ആ ന്യൂയോർക്ക് നഗരത്തിലാണ് ആ ജൂതന്മാരുടെ പിന്തുണയോടുകൂടി സൂറ മംദാനി വിജയിച്ച് മേയറായി മാറുന്നത്. നോക്കിവിടെ സൂറ മംദാനിയുടെ എതിരാളികൾ അത്ര നിസ്സാരക്കാരായിരുന്നില്ല. മുമ്പ് രാഷ്ട്രീയമായി കൊണ്ട് തന്നെ വലിയ എക്സ്പീരിയൻസ് ഉള്ള, വലിയ സമ്പന്നരും വലിയ ബിസിനസ് മാൻമാരുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളികളെന്ന് പറയുന്നത്. മുൻ ഗവർണറായിരുന്ന ആൻഡ്രൂ ക്യൂമോ അദ്ദേഹത്തിന്റെ ഒരു എതിരാളിയായിരുന്നു. മറ്റൊന്ന് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന ക്രൈം പ്രിവെൻഷൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനായിട്ടുള്ള കർട്ടിസ് ലീവിയായിരുന്നു. ഇതിൽ ആൻഡ്രൂ ക്യൂമോ വളരെ സമ്പന്നനായ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ളയാളും ന്യൂയോർക്കിലെ രാഷ്ട്രീയ സ്ഥാപനത്തിന്റെ ഭാഗവുമായിട്ടുള്ള വ്യക്തിയാണ്. ഇതിൽ ആൻഡ്രൂ ക്യൂമോയുടെ പ്രചാരണത്തിന് വേണ്ടി അവിടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപ് അടക്കം ആൻഡ്രൂ ക്യൂമോയെ പിന്തുണച്ചെങ്കിലും ആ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് സൂറ മംദാനിക്കായിരുന്നു. അതുമാത്രമല്ല, നരേന്ദ്രമോദിയെയും സൂറ മംദാനി വെറുതെ വിട്ടില്ല. യുദ്ധ കുറ്റവാളി എന്നായിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് സൂറ മംദാനി വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ പ്രയോഗം അദ്ദേഹം നടത്തിയത്. 2002 ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞുവെച്ചു. ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ സഹായിച്ചുവെന്നും താനൊരു ഗുജറാത്തി, ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരിക്കലും മോദിയുമായി വേദി പങ്കിടുകയില്ല എന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. No, and I just want to say something here, which is that my father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim, and Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat, to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിമായ ചെറുപ്പക്കാരൻ ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തുകയാണ്. വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, നിങ്ങളൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും, നിങ്ങൾ ഈ ലോകത്തെ എന്തൊക്കെ ഇസ്ലാമിന്റെ പേരിൽ തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ അഴിച്ചുവിട്ടാലും, ആ ഇസ്ലാമിന്റെ മഹത്വത്തെ, ആ ഇസ്ലാമിന്റെ അത്ഭുതത്തെ നിങ്ങൾക്കൊരിക്കലും തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള മനോഹരമായ സന്ദേശം. നിങ്ങൾ നോക്കൂ, വലിയ വലിയ കോടീശ്വരന്മാർ വിചാരിച്ചിട്ടും ഈ ചെറുപ്പക്കാരനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഫലസ്തീനെ പരസ്യമായി പിന്തുണച്ച, ഇസ്രായേലിനെതിരെയും ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിനെയും യുദ്ധ കുറ്റവാളി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത, ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അവിടെയുള്ള ജൂതന്മാരുടെ പിന്തുണ പോലും ആ ചെറുപ്പക്കാരന് ലഭിക്കുന്നു. വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണ് സൂറ മംദാനി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ മഹത്വം എന്താണെന്നുള്ളതും മനോഹാരിത എന്താണ് എന്നുള്ളതും ഇനിയും ലോകത്ത് ഒരുപാട് കാണേണ്ടിയിരിക്കുന്നു.